കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് വട്ടിയൂർക്കാവിൽ കെ മുരളീധരനായി ആദ്യ വോട്ടഭ്യർത്ഥിക്കൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ മുറുകുന്നതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശങ്ങളെ പോലും തള്ളിക്കൊണ്ട് അമ്പലമുക്ക് വാർഡ് കമ്മിറ്റി മുരളീധരനായി മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചത്. കേരളത്തിലെ പ്രധാന മുന്നണികളിലൊന്നിന്റെ പേരിൽ വരുന്ന ഇത്തവണത്തെ ആദ്യ പ്രചാരണ പോസ്റ്ററാണിത് എന്നതാണ് ശ്രദ്ധേയം. സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കരുതെന്ന് ഹൈക്കമാൻഡ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും വട്ടിയൂർക്കാവിൽ മുരളീധരന്റെ കാര്യത്തിൽ ഇതൊന്നും വിലപോക്കില്ലെന്ന് അണികൾ തെളിയിച്ചു കഴിഞ്ഞു. 2 തവണ വട്ടിയൂർക്കാവിൽ നിന്നും MLA ആയ മുരളീധരൻ മണ്ഡലത്തിന് സുപരിചിതനാണ്. വടകരയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ രാജിവെച്ചപ്പോഴും വട്ടിയൂർക്കാവുമായുള്ള ഹൃദയബന്ധം മുരളി ഉപേക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമത്തും പിന്നീട് തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉണ്ടായ തിരിച്ചടികൾക്ക് ശേഷം തന്റെ രാഷ്ട്രീയ തട്ടകമായ വട്ടിയൂർക്കാവിലേക്ക് മുരളീധരൻ മടങ്ങിയെത്തുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കാൻ മുരളീധരൻ എത്തുമ്പോൾ മറുവശത്ത് കരുനീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് CPM-ഉം BJP-യും. LDF-നായി നിലവിലെ MLA VK പ്രശാന്ത് തന്നെ വീണ്ടും കളത്തിലിറങ്ങുമെന്നതാണ് സൂചന. എന്നാൽ BJP ക്യാമ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. മുൻ DGP R ശ്രീലേഖ, BJP-യിലെ കരുത്തുറ്റ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ പേരുകളാണ് BJP മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. മുരളീധരൻ മണ്ഡലത്തിൽ സജീവമായതോടെ വട്ടിയൂർക്കാവിൽ ഇത്തവണ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പായി. ഡൽഹിയിൽ നിന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വരും മുൻപേ പോസ്റ്ററുകൾ നിരന്നത് I ഗ്രൂപ്പിലെയും മറ്റ് നേതാക്കളെയും ചൊടിപ്പിച്ചിട്ടുണ്ടെങ്കിലും വട്ടിയൂർക്കാവിലെ മുരളീധരംഗത്തെ തടയാൻ ആർക്കും സാധിക്കില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് അമ്പലമുക്കിലെ കോൺഗ്രസ് പ്രവർത്തകർ. വരും ദിവസങ്ങളിൽ വട്ടിയൂർക്കാവിലെ പോസ്റ്റർ രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ചൂടുപിടിപ്പിക്കുമെന്ന് ഉറപ്പാണ്.